ഈ രാജീവ് ചന്ദ്രശേഖരന് അല്ലെങ്കിൽ BJPക്ക് നിലമ്പൂരിൽ എന്താ ഒരു ഭയം? അത് ഭയമൊന്നുമല്ല. നിങ്ങൾ കേട്ടില്ലേ, ചിലർ വരുമ്പോൾ ചരിത്രം മാറും. ചില ആളുകൾ അങ്ങനെയാണ്. അവർ നിങ്ങൾ ഇതുവരെ കണ്ട വാക്കുമാതകൾക്ക് അനുസരിച്ചായിരിക്കില്ല അവർ പോകുന്നത്. അവർ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം. അവർക്ക് അവരുടെ പരിപാടികൾ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവും. ഈ പാകയുടെ മേൽ കാറ്റ് പിടിച്ചവരല്ല, ഒരാൾക്കും അവരെ സ്വാധീനിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരാളാണ് ഈ രാജീവ്. ഇത് BJP തീരുമാനം. BJP ആണെങ്കിൽ എല്ലായിടത്തും പോയി മത്സരിക്കാന്നുള്ളതല്ല അവരുടെ അല്ലേ, തോറ്റാലും ജയിച്ചാലും. ഇപ്പോൾ ആണെങ്കിൽ തോറ്റാലും ജയിച്ചാലും പൈസയും കിട്ടും. കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടി അതുകൊണ്ട് ഫണ്ടും പിരിക്കാൻ. രാജീവിനൊന്നും പൈസയുടെ ആവശ്യമില്ല, രാജീവ് അത്രക്കാരനല്ല. അപ്പോൾ രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവിനൊരു പ്ലാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ആവശ്യമില്ലാത്ത അസ്വസ്ഥതകൾ വന്ന് അവന് വെറുതെ ടൈം വേസ്റ്റ് ആക്കാൻ രാജീവിന് താല്പര്യമില്ല എന്ന് നമ്മൾ പറയും. നിങ്ങളിത് കേട്ടാൽ ഞാനെന്ത് രാജീവിൻ്റെ അച്ഛനോ? അതുകൊണ്ടല്ല. ഞാൻ രാജീവിനെ പോലുള്ള ആളുകളെ, എൻ്റെ വിഷയ ചരിത്രമായതുകൊണ്ട് സൈക്കോളജി എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് രാജീവിനെ പോലുള്ള ആളുകൾ ചരിത്രത്തിലുള്ളതെങ്കിലും വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അത് പിണറായി ആണെങ്കിൽ ഞാൻ ആദ്യകാലത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത പല ആൾ, ഞാൻ എതിർത്ത ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളൂ. അത് നരേന്ദ്രമോദിയാണ്. ബാക്കി ഞാൻ സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ശബരിനാഥാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും എല്ലാം. അതിന് കാരണം എനിക്കറിയാം, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല. ഞാൻ ആ അവരെ ഉണ്ടാക്കുന്ന ഒരു ചരിത്ര സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഞാൻ നോക്കാറുള്ളത്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ഈ പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രീയക്കാരനെ പോലെയുള്ള ഒരാളല്ല. എല്ലായിടത്തിലും പോയി മത്സരിക്കുക, എല്ലായിടത്തും പോയി ഒച്ചയും വീണ്ടാക്കുക, എല്ലാത്തിനും പ്രതികരിക്കുക, കാലഹരണപ്പെട്ട സമരരൂപങ്ങൾ വീണ്ടും വീണ്ടും കെട്ടിയാടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് എല്ലായിടത്തും പോയി കലക്ക് വെള്ളം ഉണ്ടാക്കി മീൻ പിടിക്കുക. ഇതൊന്നുമല്ല രാജീവിൻ്റെ ഉദ്ദേശം. രാജീവ് വളരെ സ്ട്രെയിറ്റ് ആയ പൊളിറ്റീഷ്യനാണ്. രാജീവിൻ്റെ കയ്യിൽ ഒരു പാർട്ടി ഉണ്ട്, അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പം നല്ല ക്ലാരിറ്റി അദ്ദേഹത്തിന് നിന്ന് എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇവിടെ വന്നിട്ട് താളം കളിക്കേണ്ട ഒരു ആവശ്യമില്ല, താളം തുള്ളേണ്ട ഒരു ആവശ്യമില്ല. കാരണം BJP ഇന്ത്യയിലെ യങ്ങസ്റ്റ് പാർട്ടിയാണ്. സ്വാതന്ത്ര്യം കിട്ടി ഒരു 4 പതിറ്റാണ്ടിന് ശേഷം രൂപം കൊണ്ടൊരു പാർട്ടിയാണ്. അത് യങ്ങസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഈ യങ്ങസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതികൾ ഒരിക്കലും ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 100 വർഷം മുമ്പുണ്ടായ പാർട്ടിയോ അല്ലെ 75 വർഷം മുമ്പുണ്ടായ പാർട്ടിയെ പോലെ ആയിരിക്കരുത്. അത് പുതിയ വഴിത്താരകൾ വെട്ടിത്തുറക്കണം. ആം ആദ്മി പാർട്ടി അതിൻ്റെ ഉദാഹരണമായിരുന്നു. BJP പക്ഷേ അവരുടെ ആ സാമ്പ്രദായ ലൈനിൽ തന്നെയാണ് വന്നത്. പക്ഷേ ഇനി അത് മാറേണ്ട സമയമായി. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം. വെറുതെ സമരങ്ങൾ അതും ഇതും ഉണ്ടാക്കി ബ്ലോക്ക് ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇന്ന് ഭരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ല. ഗാന്ധി പണിമുടക്കവും തൊഴിൽ സമരങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ. ഗാന്ധി ജീവിച്ചിരുന്ന ഇന്ത്യക്കാർ ഭരിക്കുന്ന ഗവൺമെൻറ് അദ്ദേഹം നടത്തില്ലായിരുന്നു. പിന്നെ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ചില ആളുകൾ ഇപ്പോഴും അത് തന്നെ സമരമായിട്ട് നടക്കുന്നുണ്ട്. അത് നമുക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ല. രാജ്യത്തെക്കാട്ടും കൂടുതൽ അവനവനാണ് എന്ന് കരുതുന്നത്. സ്വന്തം പണം കൊണ്ടുവച്ച് ഗൾഫ് കൺട്രികളിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ ആ പണത്തിൻ്റെ കസ്റ്റോഡിയന്മാരുടെ ഓർഡർ അനുസരിച്ച് ഇവിടെ കളിക്കുന്ന ആളുകളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലാത്ത ആളുകളെ നോക്കിയാൽ മതി. അപ്പോൾ രാജീവ് ഇവിടെ വന്നപ്പോൾ രാജീവ് എന്താണ് കാണുന്നത്? ഇവിടെ വെറുതെ സെക്രട്ടറിയുടെ മുന്നിൽ താളം തുള്ളൂ, കുറച്ച് ആളുകൾക്ക് അടി കിട്ടും, അടി കിട്ടിയ നാളെ നേതാവാകും. ഈ അടി കിട്ടിയ നേതാവാകുന്നതിന് കഴിവുള്ള ആളുകൾ, അതായത് ഈ അനൂപ് ആന്റണിയെ പോലുള്ള ആളുകളൊക്കെ അവഗണിക്കപ്പെടും. ഇതാണ് രാജീവ് കണ്ടിട്ടുള്ളത്. അത് ഒറിജിനൽ രാജീവിനെ പോലുള്ള ആളുകൾ ഉണ്ടായി വരട്ടെ. നമ്മുടെ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ ശാപം എന്ന് വെച്ചാൽ തലയുള്ള ബുദ്ധിയുള്ള ദീർഘവീക്ഷണ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ സ്പേസ് ഇല്ല. അവർ വരുമ്പോഴേക്കും അവരെ തട്ടിക്കളയും. പണ്ട് കമൽ സാർ എന്നോട് വന്നിട്ടുണ്ട്, സിനിമാ സംവിധായകൻ. സിനിമ ക്ലാസ്സായി നന്നായി കഴിഞ്ഞാൽ ക്ലാസ് ആയി എന്ന് പറഞ്ഞാൽ ഇവന്മാർ പിന്നെ പടം കാണാൻ പറ്റില്ല. അവരോട് ആലോചിച്ചു, നിങ്ങൾ എന്തിനാ ഈ ഭൂതക സിനിമ എടുക്കുന്നത്? എൻ്റേത് നമ്മളെന്ത് സിനിമ പാട്ട സിനിമ സാധനം സാറിന് എന്ത് ചെയ്യാനാ? ക്ലാസ് ആയി കഴിഞ്ഞാൽ സിനിമ നിങ്ങൾ കാണില്ല. അതേപോലെയാണ് നന്നായി കഴിഞ്ഞാൽ രാഷ്ട്രീയ നല്ലൊരുത്തരാണെങ്കിൽ, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരുത്തരാണെങ്കിൽ, നല്ല വീക്ഷണമുള്ളവനാണെങ്കിൽ വെട്ടിക്കളയും. എന്നിട്ട് യുവന്മാരുടെ പെട്ടി എടുത്ത് കിടക്കുന്നത് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ നമ്മുടെ KSRTC ബസ്സിന് കല്ല് അതിനെ പിടിച്ചിട്ട് അതുവരെ ഈ പെട്ടി എടുത്തുകൊണ്ട് തന്നെ കാല് നാലെ വെട്ടുന്നവനെ, മനസാക്ഷിയുള്ളവൻ കൂടെ നടന്ന ആളെ വെട്ടില്ല. ഇനിയിപ്പോൾ വെട്ടേണ്ടി വന്നാൽ പോലും അത് ആ ഒരു സാഹചര്യം പറഞ്ഞു മനസ്സിൽ അദ്ദേഹത്തെ നല്ല പ്ലേസ് ചെയ്തതിനു ശേഷം ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളത്. അത് മാറേണ്ടതുണ്ട്. അത് മാറ്റി ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ പലരും ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അവർക്കാർക്കും പറ്റില്ല. എല്ലാവരും ആ ലൈനിൽ തന്നെ പോയത്. അതിനുള്ള ശേഷി രാജീവ് കാണിക്കുന്നത് അതിൻ്റെ ഭാഗമാണിത്. ഇപ്പോൾ നിലമ്പൂർ നിങ്ങൾ എടുത്തു നോക്കും, BJP അവിടെ ജയിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. BJP VB രാജേഷ് വന്ന് പറയുന്ന പോലെ ഈ ഇലക്ഷനിൽ ഒന്നാമത് BJP എത്തും എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ട്? അത് രാജീവല്ല, രാജീവ് അത്രക്കാരനല്ല. രാജീവിനെ അറിയാം അവിടെ വെറുതെ കള്ളം പറയുന്നത്. രാജീവിനോട് ഇലക്ഷനിൽ ഇപ്പോൾ മത്സരിച്ചു വിചാരിക്കുക, രാജീവിനോട് എന്താണ് നിങ്ങളുടെ സാധ്യതകൾ എന്ന് വെച്ചാൽ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് എത്തും എന്ന് രാജീവിനെ അറിയാൻ പറ്റൂ? ഇനി 1-ാം സ്ഥാനത്ത് ഞങ്ങൾ തന്നെ എത്തുമെന്ന് കള്ളം പറയാൻ രാജീവിന് പറ്റൂ? ഇല്ല. അതാണ് എനിക്ക് ഓർമ്മയുണ്ട് ഈ ഇലക്ഷന് തൊട്ട് മുമ്പേ, ഈ തിരുവനന്തപുരം ഇലക്ഷന് തൊട്ട് മുമ്പ്
രാജീവ് എൻ്റെ ഒരു ഫ്രണ്ട് രാജീവിന് ഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ സാധ്യതകൾ? അപ്പോൾ രാജീവിനോടൊന്ന് ശ്രമിക്കുന്നുണ്ട് മാക്സിമം. മറ്റുള്ള എന്താ പോയി നമ്മൾ ജയിച്ചു കഴിഞ്ഞു. അതാ എനിക്കത് രാജീവിൻ്റെ റെസ്പെക്ട് തോന്നി. അതൊരു സത്യസന്ധമായ മറുപടിയാണ്. ശ്രമിക്കുന്നുണ്ട്. അത് പക്ക രാഷ്ട്രീയക്കാരനല്ല. അല്ല, അങ്ങനെയുള്ള വേണ്ട നമുക്ക്. നമുക്ക് മടുത്തു. അവരാണ് നാടിന് ഇത്തോളത്തിലാക്കിയത്. EMS പോലെയൊക്കെയുള്ള കെ കരുണാകരൻ വരെയുള്ള നല്ല ലീഡർഷിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ നാടിനെയും കൂടി കണ്ടിരുന്ന ആളുകൾ. അതിനുശേഷം സ്വന്തം കാര്യം നോക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. അവരാണ് നാടിനെ ഈ രീതിയിലാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത് ഒന്നോ രണ്ടോ ആളുകൾ വ്യത്യസ്തരായിരിക്കാം. പക്ഷെ അവരും ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിക്കളയും. ഇതൊരു കുറുനരി കൂട്ടമായി മാറി. അതിൽ സിംഹങ്ങളെ 4 ഭാഗത്തുനിന്ന് ആളുകൾ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അവിടെയാണ് രാജീവ് വരുന്നത്. രാജീവ് സിംഹത്തെ പോലെ ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷേ രാജീവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മുകളിലൊരു ശക്തിയുണ്ട്. അത് മോഡി അമിത്ഷായാണ്. അതാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയുണ്ട്. തമിഴ്നാടും കേരളവും കമ്പയിൻ ചെയ്തിട്ടുള്ള ആ സെക്ടറിൽ ഒരേ ഒരു BJP MP ജയിച്ചു വന്നിട്ടുള്ളൂ. അതാണ് രാജീവിൻ്റെ ശക്തി. പിന്നെ പിന്നെ BJPയിൽ ഇങ്ങനൊന്നും പോരാ എന്ന് കരുതുന്ന ഒരുപാട് സാധാരണ BJPക്കാരുണ്ട്. അവരെവിടെ അവർക്ക് ഇതിൻ്റെ ഗുണമൊന്നും കിട്ടിയ ആളുകളുമല്ല. അവരെ സപ്പോർട്ടും രാജീവ്, അവർ പ്രതീക്ഷയോടുകൂടി രാജീവിനെ കാണുന്നുണ്ട്. അതേസമയം തന്നെ ഇതിനെ വേണ്ടി കാശാക്കുന്ന പലർക്കും രാജീവിന് താല്പര്യമില്ല. അവർ വരുമാന സോഴ്സ് അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മത്സരിച്ചിട്ട് എന്ത് കാര്യമാണ് BJPക്ക്? ഇല്ല. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിപാടിയുണ്ട്. അതെന്താണ്? അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് പരമാവധി ലോക്കൽ ബോഡി സീറ്റുകൾ എണ്ണം പിടിക്കുക, എന്നിട്ട് മൊമെൻ്റം ഉണ്ടാക്കുക. എന്നിട്ട് എനിക്കൊന്ന് മുഖ്യ പ്രതിപക്ഷ കക്ഷിയാകാൻ പറ്റില്ല അദ്ദേഹത്തിന്. അറിയാം. രാജീവിനോട് പേഴ്സണലി വിളിച്ചു രാജീവ് അങ്ങനെ തന്നെ പറയാൻ സാധ്യത. പക്ഷേ ഒരു 10ഓളം സീറ്റുകളെങ്കിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെ നേടിയെടുക്കുക. ഇതാണ് രാജീവിൻ്റെ പ്ലാൻ. പക്ഷേ ഈ ഇതിനകത്ത് BJP മത്സരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ ചിലത് കൂട്ടി വായിക്കാൻ നോക്കിയിരിക്കുകയാണ്. CPM-നോടുള്ള ഒരു അന്തർധാര എന്നൊക്കെ ഒരു പിന്നാമ്പുറ വർത്തമാനം. അതൊക്കെ ഈ വിവരമില്ലാത്തവന്മാർ അവർക്കതല്ലേ അറിയുള്ളൂ. ഈ ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഖുശ്വന്ത് സിംഗ് പറയുന്ന ഒരു കഥയുണ്ട്. വളരെ അടുത്ത് താമസിച്ച ഒരു മുസ്ലിം ഫാമിലി, ഹിന്ദു ഫാമിലി. ഞാൻ ഇന്ന ഫാമിലി എന്ന് പറയുന്നില്ല, കാരണം അത് പിന്നെ വർഗീയമായി പോകില്ല. ഞാനത് മുസ്ലിമാണ്, നിങ്ങളൊരു ഹിന്ദുവാണ്, പിന്നെ കേൾക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരുടെ ഗ്രാമത്തിൻ്റെ നടുവ് കൂടെയാണ് എന്ത് പോകുന്നത്? ഈ അതിർത്തി പോകുന്നത്. അപ്പോൾ അതിർത്തി പോകുന്നതനുസരിച്ച് ഒരു ഫാമിലി മുസ്ലിം ഫാമിലി, ഒരാൾ ഹിന്ദു ഫാമിലിയാണ്. അതുവരെ സഹോദരങ്ങളെ പോലെ, ഈ അടുത്ത ആളുടെ ഭാര്യയെ സ്വന്തം സഹോദരിയെ പോലെ, അയാളുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ, അയാളുടെ സ്വന്തം സ്ഥാപനത്തെ പോലെ നോക്കി നടന്ന് ഈ സമുദായക്കാർ. പക്ഷേ ഇയാളുടെ ഈ രണ്ടാമത് വന്ന ആൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യത്തൂടെയാണ് ഈ ഗ്രാമം വരുന്നത്. ആ ആർട്ട്ക്ലിഫ് ലൈൻ വരച്ച അടുത്ത ദിവസം ഇയാളുടെ സ്വഭാവം മാറുകയാണ്. ഈ സുഹൃത്തിൻ്റെ ഭാര്യ അയാൾക്ക് വെറും പെണ്ണാവുന്നു. സുഹൃത്തിൻ്റെ പിള്ളേർ വെറും പിള്ളേരാവുന്നു. സുഹൃത്തിൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ അയാൾക്ക് കണ്ണു വരുന്നു. ആ കുടുംബത്തെ മൊത്തം അയാളില്ലാതെ. മനസ്സിലായി? അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് എന്നുള്ളത്. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായിട്ടൊരു നേരിടൽ ആവശ്യമില്ലേ? രാഷ്ട്രീയം നേരിടുന്നത് ഇപ്പോൾ ഓരോ സ്ഥലത്തും പോയി അവിടെ പോയിട്ട് പണ്ടത്തെ ഈ വടക്കൻ വീരഗാഥയിലെ നാട്ടുരാജാക്കന്മാരെ പോലെ ചോകന്മാർക്ക് പൈസ കൊടുത്ത് ഓരോ വിഷയത്തിൽ അംഗം വെട്ടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിശക്തമായ ഒരു വിഷ്വൽ മീഡിയ ഉണ്ട്, നിങ്ങൾ ലൈവായി കാര്യങ്ങൾ അറിയാനുള്ളത്. അതുപോലെ തന്നെ അതിലും ശക്തമായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ഉണ്ട്, നിങ്ങൾ കാര്യങ്ങൾ അതിലൂടെ പറയാം. അപ്പോൾ എത്ര സമയമാണ് വെറുതെ പോകുന്നത്? പിന്നെ രാജീവ് അവിടെ പോയി കിടക്കണം, ഇവിടെയുള്ള മൊത്തം ലീഡർഷിപ്പ് അവിടെ പോയി കിടക്കണം, എന്നിട്ട് പ്രചാരണം നടത്തണം. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഈ BJP വോട്ട് മറ്റുള്ളവർക്ക് വെക്കും, ഇവർക്ക് വെക്കും. അതെ, പിന്നെ BJPയുടെ വോട്ട് എങ്ങോട്ടേക്ക് പോകും? BJPയുടെ വോട്ട് അത് അവർ മനസാക്ഷി വോട്ട് ചെയ്യട്ടെ, ആ സ്ഥാനാർത്ഥി കൊള്ളാവുന്ന ആളാണ് അവർക്ക് ചെയ്യട്ടെ. എല്ലായിടത്തും പോയി മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നിലമ്പൂർ പിടിക്കേണ്ട ആവശ്യം. ഇന്ന് നിലമ്പൂർ വിട്ട് കഴിഞ്ഞാൽ ചില ജൂഡോയിൽ അങ്ങനെയാണ്. ജൂഡോയിൽ എപ്പോഴും നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യുക, കിക്ക് ഇതല്ല, പഞ്ച് കൊടുക്കുക അല്ലെങ്കിൽ ഹുക്ക് ചെയ്യുക എന്നുള്ളതല്ല. ജൂഡോയിൽ ശത്രുവിൻ്റെ ഫോഴ്സിൽ അങ്ങനെ വലിച്ചിങ്ങോട്ട് ഇടുക എന്നുള്ള. ഇപ്പോൾ നിങ്ങൾ എന്നെ തല്ലാൻ പറ്റുക, നിങ്ങൾ തല്ലാൻ പറ്റുമോ? ഞാനിങ്ങ് ഒഴിഞ്ഞു മാറിയിട്ട് നിങ്ങളെ വലിച്ചിങ്ങോട്ടും കിട്ടും. ഇത് ജൂഡോയിലെ തന്ത്രമാണ്. ഈ ഒരു തന്ത്രമാണ് എനിക്കൊന്ന് രാജീവ് വായിച്ചിരുന്നത്. അതായത് ഇപ്പോൾ അവിടെ മനസ്സിൽ ശക്തി കാണിക്കേണ്ട ആവശ്യമില്ല, അത് അവരെന്തെങ്കിലും ആവട്ടെ. ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റും കാര്യങ്ങൾ ശ്രദ്ധ ചെയ്തെത്തുക. എന്നിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ പാർട്ടിയെ ഗംഭീരമാക്കി കൊണ്ടുപോകുക. അവിടെ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാണ്, പിന്നെ വോട്ടൊന്നും കൂടിയിട്ടില്ല, പിന്നെ അത് ചർച്ചയാവും. അന്ന് വേണ്ടി ശല്യം വേണ്ട. ഈ കൊതു അടിക്കുമ്പോൾ അതിനെ ജസ്റ്റ് അടിച്ചു വിട്ടേക്ക്, ആ കൊതുവിനെ കടിക്കാൻ വേണ്ട, അത്രയേ ഉള്ളൂ. മറ്റേ ഈ ഇലക്ഷൻ കഴിയുന്നവരെ കൊതുക് അടിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ പരമാവധി സീറ്റുകളൊക്കെ പിടിച്ചെടുത്തിട്ട് പിന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നിലമ്പൂർ മത്സരിക്കുക. അപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ കൊണ്ട് ചിലപ്പോൾ BJPൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 2ാം സ്ഥാനത്തൊക്കെ ചിലപ്പോൾ എത്താം. അതായിരിക്കും രാജീവിൻ്റെ പ്ലാൻ. അല്ല, ഇവിടെ നാട്ടുകാരെന്തൊക്കെ പറയൂ. ഞാൻ ഈ കാവി ഷർട്ടിട്ട് വന്നാൽ പറയും, ഓൻ സംഖ്യയായി. നിങ്ങൾ ചോന്നിട്ട് വന്നാൽ മറ്റേ ഇതായി, നീ പിന്നെ കമ്മ്യൂണിസ്റ്റായി എന്ന് പറയും. നിങ്ങൾ താടി വെച്ചാൽ പോയി അവൻ്റെ ഭാര്യ അയാളെ വിട്ടുപോയി.
ഞാൻ താടി വെച്ചാൽ പറയും അവനെ കാമുകി അവനെ ചതിച്ചു എന്ന് പറയും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ അങ്ങനെ പലതും പറയും. ഇതൊക്കെ കേൾക്കണം നിൽക്കലാണ് നമ്മളെ പണി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.